അങ്ങനെ ബേത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടിട്ടിറങ്ങിയതാണ്. ഒറ്റ വാക്കി പറയുവാണ്, സിനിമ ഗംഭീരം. നമ്മുടെ നിവിനെ തിരിച്ചു കിട്ടി തന്നെ പറയാം. നിവിനെ തിരിച്ചു കിട്ടാൻ നിവിൻ എങ്ങും പോയിട്ടില്ല. എന്നാലും പുള്ളിയുടെ ഒരു കുറേ കാലത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ 2 പടം, സർവമായ പിന്നെ ഈ ബേത്ലഹേം കുടുംബ യൂണിറ്റ്, സർവമായേക്കാൾ മികച്ചത് എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു സിനിമ. അതിൽ നിവിൻ മാത്രമല്ല, അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട കുറേ പേരുകളുണ്ട്. മമിത, പിന്നെ നായികയായ മമിത, പിന്നെ സംഗീത്, പിന്നെ ഈ നിവിൻ്റെ കുറേ കസിൻസായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറേ ലേഡീസ് ഉണ്ട്. പിന്നെ ഗ്ലിക്സൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. അതാണ് ഏറ്റവും മെയിനായിട്ട് ചിരി പടർത്തിയ ഒരു ക്യാരക്ടർ. തലങ്ങും വിലങ്ങും വാ തുറന്ന കോമഡി തന്നെയാണ് ആ ക്യാരക്ടർ. അത് നിങ്ങൾക്ക് പടം തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അധികം വിശദീകരിച്ച് കുളവാക്കുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് വിനയ് ഫോർട്ട്. പുള്ളി സ്ക്രീനിൽ വന്നിട്ട് പോകുന്ന ടൈം എല്ലാം ചിരിക്കാനുള്ള വകുപ്പാണ്. അസാധ്യമായ ഒരു കോമഡി നടനാണ് വിനയ് ഫോർട്ട്. അപ്പം ഗിരീഷ് ഏടിയുടെ മറ്റൊരു പ്രേമചിത്രം എന്ന് തന്നെ നമുക്ക് പറയാം. പുള്ളിയെല്ലാം പ്രേമത്തിന്റെ ഒരു ടാഗ് ലൈൻ പിടിച്ചെടുക്കുന്ന സിനിമകളാണ് പുള്ളിയുടെ എല്ലാ പടങ്ങളും. അതേപോലെ തന്നെ പുള്ളി പ്രേമം കഥ പറയുമ്പം ഒരു പ്രത്യേക രസമാണ് അത് കണ്ടിരിക്കാൻ. സാധാരണ മറ്റുള്ള ഒരു പ്രേമം ഒരു മോഡൽ എടുക്കുന്ന പോലല്ല പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. ഗിരീഷ് ഏടിയുടെ സിനിമകൾ പ്രേമത്തിന്റെ കഥ പറയുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാൻ. എന്നിരുന്നാലും നിങ്ങളെല്ലാവരും ഈ ഓണത്തിന്റെ അവധിക്ക് പോയി പടം കാണുക. നിവിൻ എന്ന അസാധ്യ നടന്റെ നല്ലൊരു എന്റർടൈനർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരി, ഓക്കെ.